കാഞ്ഞങ്ങാട് നഗരസഭാതല കേരളോത്സവത്തിന് ഉപ്പിലിക്കൈ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഉജ്ജ്വലമായ സമാപനം. 2 ദിവസങ്ങളിലായി നടന്ന കലാമേള മികച്ച പ്രകടനങ്ങൾ കൊണ്ടും കാണികളുടെ വലിയ തോതിലുള്ള പങ്കാളിത്തം കൊണ്ടും ശ്രദ്ധേയമായി. This news sponsored by Emmanuel Silks, കാഞ്ഞങ്ങാട്, കണ്ണൂർ and തൃശൂർ. 18-നും 40-നും ഇടയിൽ പ്രായമുള്ള യുവതീ യുവാക്കളുടെ സർഗവാസനകൾ പൊതുസമൂഹത്തിന് മുന്നിൽ എത്തിക്കുന്നതിനും പരിപോഷിപ്പിക്കുന്നതിനുമായാണ് സംസ്ഥാന യുവജനക്ഷേമ ബോർഡ് കലാകായിക മത്സരങ്ങളുമായി തദ്ദേശ ഭരണ സ്ഥാപനങ്ങളെ അടിസ്ഥാനമാക്കി കേരളോത്സവങ്ങൾ നടത്തുന്നത്. ഇതിന്റെ ഭാഗമായി കാഞ്ഞങ്ങാട് നഗരസഭയിൽ ഡിസംബർ 1 മുതൽ നടന്നു വന്ന മത്സരങ്ങളാണ് 15-ാം ദിനമായ ഡിസംബർ 15-ന് സമാപിച്ചത്. 28 ഇനങ്ങളിലായി നടന്ന മത്സരങ്ങളിൽ 850ഓളം പേർ മികവിന്റെ മാറ്റുരച്ചു. അവസാന ദിവസം ഉപ്പിലിക്കൈ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടത്തിയ കലാമത്സരങ്ങൾ പ്രതിഭകളുടെ പ്രകടനങ്ങൾ കൊണ്ടും കാണികളുടെ വലിയ തോതിലുള്ള പങ്കാളിത്തം കൊണ്ടും ശ്രദ്ധേയമായി. ഇരുവിഭാഗങ്ങളിലുമായി 106 പോയിന്റ് നേടി നെല്ലിക്കാട്ടെ റെഡ് സ്റ്റാർ ക്ലബ്ബ് കേരളോത്സവത്തിലെ ഓവറോൾ ചാമ്പ്യൻ പട്ടം സ്വന്തമാക്കി. 84 പോയിന്റ് നേടിയ കലാവേദി സൗത്തിനാണ് 2ാം സ്ഥാനം. കായിക വിഭാഗത്തിൽ റെഡ് സ്റ്റാർ നെല്ലിക്കാട്ടും കലാവിഭാഗത്തിൽ കലാവേദി സൗത്തും മുന്നിലെത്തി. മത്സരങ്ങളുടെ സമാപനവും സമ്മാന വിതരണവും നഗരസഭാ ചെയർപേഴ്സൺ KV സുജാത ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. ഫുട്ബോൾ മത്സരത്തോടുകൂടിയിട്ടാണ് കാഞ്ഞങ്ങാട് നഗരസഭയുടെ ഈ വർഷത്തെ കേരളോത്സവം ആരംഭിച്ചത്. ഇന്ന് 15ാമത്തെ ദിവസം ഇവിടെ കലാമത്സരങ്ങളോടുകൂടി കേരളോത്സവം കാഞ്ഞങ്ങാട് നഗരസഭയുടെ സമാപിക്കുകയാണ്. പുതിയ പ്രതിഭകൾ കായിക മേഖലയിലും അതുപോലെ കലാരംഗത്തും നമ്മുടെ കാഞ്ഞങ്ങാട് നഗരസഭയിലുണ്ട് എന്ന് ഓരോ വർഷവും നമ്മളെ ഓർമ്മിപ്പിക്കുന്നതാണ് ഈ ഓരോ മത്സരവേദികൾ. ചടങ്ങിൽ വൈസ് ചെയർമാൻ ബിൽറ്റെക് അബ്ദുള്ള അധ്യക്ഷനായി. സിനിമാ താരം രതീഷ് അരമന മുഖ്യാതിഥിയായി പങ്കെടുത്തു. സ്ഥിരം സമിതി അധ്യക്ഷരായ K പ്രഭാവതി, KV സരസ്വതി, K അനീശൻ, കൗൺസിലർമാരായ പള്ളിക്കൈ രാധാകൃഷ്ണൻ, K രവീന്ദ്രൻ, ഫൗസിയ ഷെരീഫ് എന്നിവർ സംസാരിച്ചു. നഗരസഭാ കൗൺസിലർമാർ, ജീവനക്കാർ, സാമൂഹ്യ സാംസ്കാരിക മേഖലയിലെ പ്രമുഖർ തുടങ്ങിയവർ സംബന്ധിച്ചു. വാർഡ് കൗൺസിലർ PV മോഹനൻ സ്വാഗതവും നഗരസഭാ യൂത്ത് കോർഡിനേറ്റർ വൈശാഖ ശോഭനൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.